കഴിഞ്ഞ ദിവസം കത്തിയില്ലേ, പിച്ചാത്തി എടുത്തപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമാണ്. ഈ കത്തി പോലെ ആയാൽ മതിയായിരുന്നു ഭാര്യയും ഭർത്താവും. അതെ, ഒരു സൈഡ് മൂർച്ചയുള്ള ഭാഗമാണ്, മറ്റേ സൈഡിൽ മൂർച്ചയില്ലാത്ത ഭാഗമാണ്. ഈ രണ്ട് സൈഡിലും മൂർച്ചയുള്ള കത്തികളൊക്കെ ഉണ്ട്, അത് വേറെ പലതിനും ഉപയോഗിക്കുന്നത്, അത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു സൈഡിലും മൂർച്ചയുള്ളതാണല്ലേ, അപ്പം മറ്റേ സൈഡിൽ മൂർച്ചയില്ല. അപ്പം എന്താണ് ഇവിടെ കുടുംബജീവിതത്തിൽ ഇത്തിരി വാശിയും ദേഷ്യമൊക്കെ ആരെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആൾക്ക് ഇതൊന്നും ഇല്ലാതിരിക്കുന്നത് എനിക്ക് നല്ലത്. അതായത് ഭർത്താവ് ഇത്തിരി വാശിയുണ്ട്, പിടിവാശിക്കാരനാണ്, ഇത്തിരി ദേഷ്യക്കാരനാണ് അല്ലേ, ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണെങ്കിൽ ഭാര്യ ഒരിക്കലും എന്താണ് ആ ഒരു ടൈപ്പ് ആകാതിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കും. കാരണം എന്താ, ഭാര്യയ്ക്ക് മനസ്സിലാവണം ഭർത്താവ് തൊട്ടാൽ മുറിയുന്ന ബ്ലേഡ് പോലെയാണ് അല്ലേ, ഇച്ചിരി മൂർച്ചയുള്ള ആളാണ്. അപ്പോൾ എന്താണ് ശ്രദ്ധിച്ച് പോകണം. പിന്നെ ഭർത്താവ് മനസ്സിലാക്കണം ഭാര്യ വലിയ പ്രശ്നമില്ലാത്ത, അപ്പം ഞാനിത്തിരി പ്രശ്നം എടുത്താലല്ലേ, എൻ്റെ ചില സമയത്ത് ദേഷ്യം എനിക്ക് അടക്കാൻ പറ്റുകയില്ലെങ്കിലും എന്താണ് അവൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. ഭർത്താവ് തീർച്ചയായിട്ടും മനസ്സിലാക്കണം എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, നല്ല മൂർച്ചയുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് പലപ്പോഴും എന്താണ് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവും. കാരണം കത്തി നമ്മൾ ഉപയോഗിക്കുമ്പോൾ മൂർച്ചയുള്ള ഭാഗമാകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ അരിയുമ്പോഴെന്താണ് നമ്മൾ വിരലിനെ സംരക്ഷിക്കാനായിട്ട് ഫിംഗർ ക്യാപ്പൊക്കെ ഇടും അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കറിയാം മൂർച്ചയുള്ളത് വെച്ചാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ആ മുറിയാൻ ശ്രദ്ധിക്കണമെങ്കിൽ ചിലപ്പോൾ നല്ല മൂർച്ചയാണെങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മുടെ കൈ ഒന്ന് പോറിയാൽ മതി ബ്ലഡ് വരും. അപ്പം നമ്മളതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കും. പണ്ട് എനിക്ക് ഈ കത്തിയൊക്കെ ഉപയോഗിക്കുന്നത് ഭയങ്കര പേടിയാണ്. കാരണം കുഞ്ഞിലെ അമ്മ ഇങ്ങനെ നമ്മൾ മുറമുണ്ടല്ലോ, മുറത്തിൽ കപ്പ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് കപ്പ എടുത്തു, എന്നിട്ട് ഈ ഇതിൻ്റെ കൂടെ ഈ തൊലിയുടെ കൂടെ പിച്ചാത്തി, അതായത് കത്തിയും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു അത് വാരി കൊണ്ട് മുറ്റത്ത് വെളിയിൽ കളയാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വാരിപ്പോയി പിച്ചാത്തി കണ്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലിത് കൊണ്ടു മുറിഞ്ഞു, ചോര വന്നു. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ ഷാർപ്പ്നെസ് കാണുമ്പോഴേ എനിക്ക് പേടിയാണ്, അത്ര ഷാർപ്പായിട്ടുള്ള. ചിലപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് നോക്കും, ഇത് എത്ര മൂർച്ചയുണ്ടെന്ന്, മുറിയാത്ത രീതി ഇങ്ങനെ തൊട്ട് നോക്കും. അത്ര എനിക്ക് പേടിയാണ് അത്രയും ഷാർപ്പായിട്ടിരിക്കുന്ന ആ കത്തി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെന്താണ് യൂസ് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പാണെങ്കിൽ നന്നായിട്ട് സ്പീഡിൽ ഉള്ളിയൊക്കെ അരിയുമ്പോഴാണ് അത് കറക്റ്റായിട്ട് സ്പീഡ് ചെയ്തു പോകുന്നത്. ഞാൻ ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കും. എനിക്ക് നല്ല പേടിയാണ്. അപ്പം കാരണം സൂചിയും പേടിയാണ്, ഇതൊക്കെ പേടിക്കേണ്ട ഒരു കാര്യമാണല്ലോ. കാരണം മുറിവ് പറ്റുന്ന കാര്യമാണ്, വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യം. നമ്മൾക്ക് മൂർച്ചയുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലേ. പിച്ചാത്തി എന്താണ് മൂർച്ചയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും മൂർച്ചയുള്ളതാക്കി വെക്കരുത്. നമ്മൾ മൂർച്ചയുള്ളവരാണ്, തൊട്ടാൽ എന്താണ് വേദനിക്കും അല്ലെങ്കിൽ മുറിയും അങ്ങനെയുള്ളവരാണെന്ന് നമുക്കും ഒരു ബോധ്യം വേണം. നമ്മളോട് ഇടപഴകുന്ന ഓരോ വ്യക്തിക്കും വേണം. അവനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ദേഷ്യക്കാരാണ്, ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് മുറിവേറ്റുന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നത് എന്ന രീതിയിലും ആലോചിച്ച് വയ്ക്കുക. അങ്ങനെ പരസ്പരം മനസ്സിലാക്കിയാൽ വലിയ വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. ശരിയല്ലേ?